എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആശകളായിരം, വിലായത്ത് ബുദ്ധ, ആൽഫ മെയിൽസ് എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ആൽഫ മെയിൽസ് എന്ന സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. കോമഡി ഫ്രണ്ട്ഷിപ്പ് ത്രില്ലറായ സിനിമയാണ് ഇത്. ഈ ഒരു സിനിമയിൽ പറഞ്ഞു പോകുന്നത് ഒരു ഫണ്ണി ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറിയാണ്. 4 പുരുഷന്മാർ അവർ മോഡേൺ വേൾഡിൽ എങ്ങനെ മേനായി ജീവിക്കാം സ്ട്രഗിൾ ചെയ്യുന്ന കഥയാണ് പറഞ്ഞു പോകുന്നത്. റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്, മാരേജ് ഇഷ്യൂസ്, ഫെമിനിസം, ജോലി, പേഴ്സണൽ ലൈഫ് ബാലൻസ് എന്നിവയാണ് പറഞ്ഞു പോകുന്നത്. ഇതെല്ലാം ഒരു കോമഡി രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഏപ്രിൽ 17 ഈ ഒരു സിനിമയുടെ OTT എന്തായാലും നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ആശകളായിരം എന്ന മലയാളം ഫാമിലി ഡ്രാമ സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയിൽ ജയറാം, കാളിദാസ് ജയറാം, ആശ ശരത് എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമ ഒരു ഫാമിലി എന്റർടൈൻമെന്റ് സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. C5 ആണ് ആശകളായിരം എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ 17 ആശകളായിരം എന്ന സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് മിസ്റ്റർ എക്സ് എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു ഹിന്ദി ഭാഷാ സിനിമയാണ്. ഒരു ആക്ഷനും ത്രില്ലറും സസ്പെൻസും നിറഞ്ഞ സിനിമ കൂടിയാണ് ഇത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഏപ്രിൽ 17 മിസ്റ്റർ എക്സ് തിയേറ്ററിൽ റിലീസാവും. ഇതൊരു മിസ്റ്ററി ത്രില്ലർ സിനിമ കൂടിയാണ്. അടുത്തൊരു അപ്ഡേറ്റ് റൂംമേറ്റ്സ് എന്ന സീരീസിനെ പറ്റിയാണ്. കമ്മിങ് ഓഫ് ഏജ് ആയ ഒരു സീരീസ് ആണ് ഇത്. ഇപ്പോഴിതാ ഈ ഒരു സീരീസിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. യുവാക്കളുടെ ജീവിതവും അവരുടെ ജീവിതത്തിൽ നടക്കുന്ന മാറ്റങ്ങളുമാണ് ഈ ഒരു കഥ പറഞ്ഞു പോകുന്നത്. സൗഹൃദം, പ്രണയം, ജോലി, പഠന പ്രശ്നങ്ങൾ, ജീവിതത്തിൽ എന്താകണമെന്നുള്ള ആശയക്കുഴപ്പം എന്നിവയാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് റൂംമേറ്റ്സിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഏപ്രിൽ 17 ഈ ഒരു സീരീസിന്റെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് വിലായത്ത് ബുദ്ധ എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു സ്മഗിളിന്റെ കഥയാണ് പറഞ്ഞു പോകുന്നത്. അവനും അവന്റെ പഴയ ഗുരുവുമായ ഒരു കോൺഫ്ലിക്റ്റ് ആണ് പറഞ്ഞു പോകുന്നത്. ഇതിലെ നടനായി വന്നിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരനാണ്. ഒരു ചന്ദനമരത്തെ പറ്റിയാണ് ഈ ഒരു കഥ മുന്നോട്ട് ചുറ്റിപ്പറ്റി പോകുന്നത്. ഈഗോ ക്ലാഷും റിവെഞ്ചും പവർ സ്ട്രഗിളുമാണ് ഈ ഒരു സിനിമയിലെ പ്രധാനം. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷേ റിലീസ് ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. വിഷുവിന് OTT റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ വിഷുവിന് ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്തിട്ടില്ല. തിയേറ്ററിൽ പെർഫോമൻസ് വീക്ക് ആയതുകൊണ്ടാണ് ഇതുവരെയായി ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാത്തത്. അടുത്ത അപ്ഡേറ്റ് യുഫോറിയ എന്ന സീരീസിനെ പറ്റിയാണ്. ഈ ഒരു സീരീസ് സീസൺ 3 ആണ് OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. യുഫോറിയ സീസൺ 3 ഒരു ടീൻ ഡ്രാമ, റൊമാൻസ്, സൈക്കോളജിക്കൽ ത്രില്ലർ നിറഞ്ഞ ഒരു ഡ്രാമയാണ്. ഇപ്പോഴിതാ ഈ ഒരു ഡ്രാമ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇന്ന് രാത്രി 12 മണിക്ക് OTT റിലീസ് ചെയ്യും. യുഫോറിയ സീസൺ 3 യുവജനങ്ങളുടെ ജീവിതം, അവരുടെ സ്ട്രഗിൾ, ഇമോഷൻ, റിലേഷൻഷിപ്പ് എന്നിവയെ പറ്റിയാണ് പറഞ്ഞു പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഉസ്താദ് ഭഗത് സിംഗ് എന്ന തെലുങ്ക് മൂവിയെ പറ്റിയാണ്. ഉസ്താദ് ഭഗത് സിംഗ് ഒരു ആക്ഷൻ ഡ്രാമ സിനിമയാണ്. ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. പവൻ കല്യാൺ, ശ്രീലീല എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായി വന്നിരിക്കുന്നത്. ഉസ്താദ് ഭഗത് സിംഗ് ഒരു പവർഫുൾ പോലീസ് ഓഫീസറിന്റെ കഥയാണ് പറഞ്ഞു പോകുന്നത്. ഏപ്രിൽ 16 OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. സമൂഹത്തിന്റെ അനീതിക്കെതിരെ ശക്തമായി നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസറിന്റെ കഥയാണ് പറഞ്ഞു പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് അസി എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. കോർട്ട് റൂം ഡ്രാമയാണ് കൂടുതലും. ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വന്നിരിക്കുന്നത് C5 ആണ്. ഏപ്രിൽ 17 അസി C5ൽ OTT റിലീസ് ചെയ്യും. ഈ ഒരു സിനിമ കോടതി കേസുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞു പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ദോ ദിവാനെ സെഹർ മെയിൻ എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു ഹിന്ദി റൊമാൻറ്റിക് ഡ്രാമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. സ്വപ്നങ്ങളുടെ യുവാവ്, ജീവിതത്തിൽ ലക്ഷ്യങ്ങളുള്ള ഒരു പെൺകുട്ടി എന്നിവർക്ക് ഒന്നിച്ച് ഒരു പ്രണയബന്ധത്തിലാവുന്നു. ഈ ഒരു കഥയാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ നെറ്റ്ഫ്ലിക്സിൽ ഏപ്രിൽ 17 ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് മദ്ക കിങ് എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു ഹിന്ദി ക്രൈം ഡ്രാമ സിനിമയാണ്. ഈ സിനിമയിൽ ക്രൈം വേൾഡിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളാണ് പറഞ്ഞു പോകുന്നത്. ഇതിലെ മദ്ക കിങ് ഇല്ലീഗൽ ബെറ്റിംഗ് ലോകത്തെ കുറിച്ചുള്ള കഥയാണ് പറഞ്ഞു പോകുന്നത്.
ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ ഏപ്രിൽ 17 OTT റിലീസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.